ഒരു പെണ്ണിന് ഒരാണിനോട് ഒരു അട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ആ പെണ്ണ് ആ ആണിൽ ശ്രദ്ധിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. മിക്ക സ്ത്രീകളും ഈ ഗുണങ്ങളെപ്പറ്റി തുറന്നു പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ ഈ ഗുണങ്ങളുടെ ബേസിലാണ് ആ ആണിലേക്കുള്ള അവരുടെ അട്രാക്ഷൻ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒരാണിന് വേണ്ട ചില ഗുണങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലും അത് അറിയിക്കുക. സാധിക്കുമെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് ഇമോഷണൽ കൺട്രോളാണ്. നമ്മൾ ചില പ്രതികൂല സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരിക്കും, അതായത് ഈ കേസ് എൻ്റെ കൈ നിൽക്കില്ല, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എൻ്റെ വഴിക്ക് വരില്ല. ഇങ്ങനെ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികൂല സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങളുടെ കൈ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്? ഇവിടെയാണ് നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ വെളിപ്പെടുന്നത്. ഇത്തരം സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു പുരുഷനെ പറ്റി ഒരു സ്ത്രീയുടെ മനസ്സിലൊതുക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇയാൾ ഇമോഷണലി സ്ട്രോങ് ആണോ, അതോ പെട്ടെന്ന് വീണു പോകുന്ന ഒരാളാണോ, തളർന്നു പോകുന്ന ഒരാളാണോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അട്രാക്റ്റീവായിട്ടുള്ളതും അതുപോലെ സേഫ് ആയിട്ടുള്ള ഫീല് തരുന്ന ഒരു ഗുണമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു പുരുഷനിലും ഒരു സ്ത്രീ ഈ ഒരു ഗുണമുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യും. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. സെൽഫ് റെസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ നമ്മളെ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ നല്ലൊരു പോസ്റ്ററിൽ, നല്ലൊരു ബോഡി ലാംഗ്വേജിൽ, താടി മീശയൊക്കെ ട്രിം ചെയ്ത് നല്ല വൃത്തിയോടെ വെടിപ്പോടെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സ്ത്രീക്കും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നും. ഒരാണ് അവനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് മിക്ക സ്ത്രീകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അവരെ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ബൗണ്ടറീസിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടേതായിട്ടുള്ള ഒരു പരിധി, ഒരു ബൗണ്ടറി തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഏതെങ്കിലും ഒരുത്തന് വന്ന് കൊട്ടാനുള്ള ഒരു ചെണ്ടയായിട്ട് ജീവിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവന് നാണോ മാനോ ഒക്കെ ഉണ്ടോ എന്ന് പല സ്ത്രീകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് സെൽഫ് റെസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ നോട്ടീസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനാണോ, നല്ലൊരു ലിസണറാണോ? ഇതറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു, നിങ്ങൾ എങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അതുപോലെ ആ പറയുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എങ്കിലും നിങ്ങൾ ഓർത്തു വെക്കാറുണ്ടോ? ഇതും അവരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അവർ പറയുന്ന കാര്യം അതിപ്പോൾ തെറ്റായിക്കോട്ടെ, തോന്നലായിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ, അത് നിങ്ങൾ തിരുത്താനാണോ ശ്രമിക്കുന്നത്, അതോ മനസ്സിലാക്കാനാണോ ശ്രമിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരാണ് അവൻ നല്ലൊരു കേൾവിക്കാരനാണോ എന്നുള്ളത് ഒരു സ്ത്രീ മനസ്സിലാക്കിയെടുക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ കേൾക്കുന്ന ആൾക്കാരോട് അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇനി നാലാമത്തെ ഗുണമെന്ന് പറയുന്നത് അവരെപ്പറ്റി അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഫീൽ എന്താണ് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണോ, അതോ ആൻഷ്യസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ അവർക്ക് ഫീൽ ചെയ്യുന്നത്? അതുപോലെ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്കൊരു സ്വീകരിക്കപ്പെടുന്ന ഫീലാണോ ഉണ്ടാകുന്നത്, അതോ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഫീലാണോ ഉണ്ടാകുന്നത്? അതുപോലെ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്കൊരു വില കിട്ടുന്നുണ്ടോ, ഒരു വാല്യൂ ഉണ്ടോ? അതുമല്ലെങ്കിൽ അവർക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല. ഒരാണിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഗുണമെന്ന് പറയുന്നത് അവരെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു പെണ്ണ് ഒരാണിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത്. അതുപോലെ നമ്മൾ ഒരുപാട് പെർഫെക്റ്റ് ആകണം എന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ കാമായിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.